കൊച്ചനെ ഭക്ഷണത്തിന് ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി ഞാൻ മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹി സാക്ഷാൽ സത്യമായും ഇപ്പോൾ നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരെ അറിയിച്ചവനെങ്കിലും മാതോകൻ താനെന്നും സഭയും ശാപം പലതരം ഉപദേശങ്ങളോ പാരിമുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവീൻ, ഭക്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും, അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ, എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി കുൽപ്പുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷമാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ വായിപ്പിക്കുന്നത് മർക്കോസ് സുവിശേഷമാണ്. മർക്കോസാണ് ആദ്യം സുവിശേഷം എഴുതിയത്. മത്തായി കൂട്ടിച്ചേർക്കുന്ന ആളാണ്. ഡൈവേഴ്സിബിൾ കർത്താവ് പറഞ്ഞൊരു വാക്കുകയല്ല, മത്തായി മാത്രമുള്ളതാണ്. അപ്പോൾ മർക്കോസാണ് വായിക്കാനായിട്ട് പ്രധാന കർമ്മിയാണ് അച്ഛൻ കൊണ്ട് വായിപ്പിക്കുന്നത്. ഞാൻ നിൽക്കാൻ പ്രയാസമായതുകൊണ്ടാണ് അച്ഛൻ ദൈവങ്ങളിൽ വായിക്കുന്നത്. അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവിന്റെ വിശുദ്ധീകരിക്കലിന്റെ ദൈവത്തിന്റെ ജീവനുള്ള വചനമുണ്ട് അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധ മാർക്കോസ് സബറോന് എഴുതിയ രക്ഷാസുവിശേഷമാകുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും
ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര ഭാരനാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു അവിടെ നിന്ന് അവൻ പുറപ്പെട്ടു യോർദ്ദാന്റെ അക്കരെ യഹൂദ്യ ദേശത്തിന്റെ അതിരോളം ചെന്നു. പുരുഷാരം പിന്നെയും അവന്റെ അടുക്കൽ വന്നു കൂടിയും അതുപോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു. അപ്പോൾ പരീക്ഷന്മാർ അടുത്തു വന്നു. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷനെ വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, മോശ നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു എന്ന് ചോദിച്ചു. ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചു എന്ന് അവർ പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിൻ നിമിത്തമത്രേ അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതി തന്നത്. സൃഷ്ടിയുടെ ആരംഭത്തെങ്കിലോ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹമത്രയും. ആകയാൽ ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ഇന്നേക്കും വാഴ്ത്തപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. മൗനം ഘോഷമുറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അനേകം മൗനം രമ്യം. മൗനം ഘോഷമുറങ്ങുന്നു മണവാളനെ മഹിതാചാര്യൻ അനേകം മൗനം രമ്യം. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജീയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മൗനം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അനേകം മൗനം രമ്യം. മൗനം ഘോഷമുറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അനേകം മൗനം രമ്യം.
ദൃശ്യം ഓർക്കുമ്പോൾ നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം ശ്രീബ വിജയകൊടിത ശ്രീബ നമ്മെ രക്ഷിച്ചിടും ശ്രീബായ പുകഴും ശ്രീയോ ഓർക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിനെ മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കാരുണ്യമുള്ള വലതു കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷപ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പരിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും മേൽപ്പെട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ ഈ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കടനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വരാജ്യാവകാശങ്ങളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. പാർക്കുമോ അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. തോട്ടം നട്ടോനേ മണവാളൻ തോട്ടത്തിൽ വിശേഷിച്ചിടുക കൊളുത്തന്നെ ാലവകാശധനം മുദ്രിതമാക്കി പീഡകളാ അൽമവിടത്തി സ്വർഗത്തിൽ വന്ദിരന്നെ നീയേറ്റി മാസവുമാണ്ടും ഞാൻ അവപ്പാടിയുള്ളിൽ പോക്കി ജീവാഗ്നി കേട്ടോ
കർത്താവേ നിന്നാദ്രത നിറയും വാതിൽ തുറന്നേ പ്രാർത്ഥന കേട്ടിട്ടാൻ വാക്കളിലുണ്ടാകേണം നാമം ചൊല്ലി ദമ്പതികൾക്കായി വരവേൽക്കേണം തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം നിസ്തുതി പാടാൻ കിന്നര വേണ്ടി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം സർവം കേട്ടിട്ടാഭ്യർത്ഥനയിൽ കൈക്കൊള്ളുവോനേ പ്രാർത്ഥന കേട്ടിട്ടാൻ മക്കളുടെ കൃപ ചെയ്യണം വാത്സല്യ മക്കളെ, നാം എല്ലാവരും ദൈവത്തിൽ സമർപ്പത്തിൽ വിശ്വാസത്തെ പ്രബോധിപ്പിക്കുകയും നമ്മൾ നോക്കുകയോ സത്യത്തിലും നീതിയിലും ദൈവഭക്തിയിലും ആരാധനയിലും സഭയുടെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുന്നതിനും കാര്യങ്ങളിലും നമുക്കുണ്ടാകും. പിതാക്കന്മാരുടെ പരിഗണിച്ചുള്ളതാകുന്നു, വിശാലന്മാരുടെ ഏൽപ്പിച്ചുള്ളതാകുന്നു, ബഹുമാനിയായ പൂർവ്വന്മാരുടെ പരിഗണിച്ചിട്ടുള്ളതായ ഈ സത്യത്തെ മുഖപ്പെടുത്തുകൊണ്ട് മക്കളെ, ഇപ്പോൾ നിങ്ങളുടെ ദൈവസന്നിധിയിൽ നമ്മൾ കർത്താവായ ശിക്ഷയുടെ വിശ്വാസമായ ജീവദേശങ്ങളെയും ശീമാരുടെയും വെളുപ്പുള്ള ഏകങ്ങളുടെയും ഈ ജനക്കൂടുതലെയും മുമ്പാകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടേ ഹൃദയം അറിയുന്ന ഒരു സന്ധിയിലാകുന്നു ഹൃദയാർത്ഥക്കാരിലാണ് നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരിഗണിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു ശരീരമായി തീർന്നിരിക്കുകയാണ്. മനുഷ്യന് വേർപാടിൽ മാത്രമില്ല, പാടില്ല, ഒരു ശരീരമാണ്. കർത്താവ് ആദാമിൻ്റെ ഹാർട്ടിൽ നിന്ന് എടുത്തത് കാരണം സ്നേഹമാണ് ഹാർട്ട്. ഒരു ഹാർട്ടാണ് കണ്ടു നോക്കിയപ്പോൾ ഒരു സ്നേഹമാണ്. അത് യാതൊരു വ്യത്യാസം വരാൻ പാടില്ല. ബാക്കി ഭാഗങ്ങൾ ദൈവവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ഷമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാവട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനീയമായ പരിശുദ്ധ കന്യമറിയാമേ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലങ്കി എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാവട്ടെ. വീണ്ടും വിശ്വാസികളെ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളി. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞാൽ ഭർത്താവുമായി ചേർന്നൊന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും വേണം. അവൻ എന്തനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. സ്വന്തം താണനെ പോലെ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായതുപോലെ ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ഈ കൂതാശ എല്ലാവരെയും രണ്ട് കുടുംബങ്ങളെ മാത്രം ദൈവത്തെ ഒന്നിരിക്കുന്ന എല്ലാവരെയും അംഗീകരിക്കുവാകട്ടെ. സഭയുടെ വിശ്വസ അംഗങ്ങളായി തീരുവാൻ സാധിക്കട്ടെ. മുൻപ് പ്രാർത്ഥനയെല്ലാം നടത്തുന്ന മാർഗവുമായിരിക്കുവാനാകട്ടെ. ഈ കാലത്ത് കുടുംബങ്ങൾ ശിഥിലമാകുമ്പോൾ ഒരിക്കൽ നിങ്ങളോട് ശേഖരമാകാൻ പാടില്ല. സ്നേഹത്തിൻ്റെ ഐക്യം എപ്പോഴും നിങ്ങളെ ഒന്നിക്കും. സത്യവേശങ്ങൾ ആദ്യം പറഞ്ഞ കർത്താവാണ്. മറ്റൊരു പുസ്തകത്തില്ല. ക്രിസ്ത്യാനിയാണെങ്കിൽ എല്ലാവരും സ്നേഹിക്കും. പിശാചിനെ മാത്രം എതിർക്കും. ദൈവമക്കളെ എല്ലാം സ്നേഹിക്കും. ആ സ്നേഹത്തിന് കുടുംബമാണെങ്കിൽ എല്ലാ അംഗങ്ങളും നിങ്ങൾക്ക് തരും. ഉറപ്പെടുന്ന ഒരു കാര്യം കൂടെ പറയാം. ദേവത്തോടൊപ്പം നട്ടുവലിയാണ് യുവമാണ്. സുന്ദരനെ സുന്ദരി എന്ന് പറയുന്ന മണവാട്ടിയെ കുറിച്ചല്ല. ദേവത്തോടൊപ്പം യേശുവിനെ കുറിച്ചാണ്. നിങ്ങൾ ഒരു യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി തീർന്നിരിക്കുകയാണ്. യേശുവാണ് ഉടമസ്ഥൻ. ആ യേശു ലക്ഷ്യം ചെയ്യുവാൻ നിങ്ങൾ സാധിക്കട്ടെ. നിങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കി ഫോട്ടോ ചെയ്യുന്നതല്ല. ലോകത്തിലേക്ക് നിലവിലെ പുസ്തകമാണ് വേദപുസ്തകം. ഞാൻ പൂർണ്ണമായ വിശ്വത്തോടായി പറയുന്നത്. എന്നെ ഞാനാക്കിയ വേദപുസ്തകമാണ്. നിങ്ങളെ എന്തെങ്കിലും ഇത് വായിച്ച് പഠിച്ച് ജീവിക്കാൻ ചെയ്ത് അനുഗ്രഹിക്കും. ഇടവയുടെ ആദ്യ സമ്മാനമാണ്. താരകങ്ങൾ താഴെ വന്നു പാടും മംഗളം. പുതുവെണ്ണിലാവു വിണ്ണിൽ നിന്നു നേരും നന്മകൾ. ദേവഗായകന്മാർ അനുരാഗവീണമീട്ടി അരുളും ഭാവുകം ധന്യമീ വേളയിൽ. താരകങ്ങൾ താഴെ വന്നു പാടും മംഗളം. പുതുവെണ്ണിലാവു വിണ്ണിൽ നിന്നു നേരും നന്മകൾ. ചന്ദനമഴയുടെ മഞ്ജുള മർമരമായി മാറണം. നാളെ നിങ്ങൾ മധുമാസരാവിൻ ചന്ദനമഴയുടെ മഞ്ജുള